ക്ഷീരകർഷകരോട് ഇടുക്കിയിലെ ചക്കുവള്ളം പഞ്ചായത്തിന്റെ ക്രൂരത. വിജനമായ സ്ഥലത്ത് പാറപ്പുറത്ത് ചാണകം ഉണക്കാനിട്ടു എന്ന പേരിൽ കർഷകനോട് പിഴ ഈടാക്കിയത് 10,000 രൂപയാണ്. ചെല്ലാർകോവിൽ കുരുവിക്കാട്ട് പാറയിൽ നിരവധി ക്ഷീരകർഷകർക്ക് പിഴയടക്കണമെന്ന് ആവശ്യപ്പെട്ട നോട്ടീസും കൊടുത്തു. ബ്രേക്കിംഗ് വാർത്തയാണിത്. കന്നുകാലി വളർത്തൽ മുഖ്യ ഉപജീവന മാർഗമാക്കിയ കർഷകരുടെ ഗ്രാമമാണ് കുരുവിക്കാട്ടുപാറ. കാലങ്ങളായി ചാണകം ജൈവവളമാക്കാൻ ഉണങ്ങിയെടുക്കുന്നത് പാറപ്പുറത്തിട്ടാണ്. എന്നാൽ അടുത്തിടെ ആരോ ഒരാൾ ചാണകം ഉണങ്ങാനിട്ടിരിക്കുന്ന ഫോട്ടോ എടുത്ത് കളക്ടർക്ക് പരാതി നൽകി. തുടർന്ന് ജില്ലാ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡിന്റെ പരിശോധന. സമയബന്ധിതമായി പരിശോധിച്ച് നടപടി സ്വീകരിക്കാൻ പഞ്ചായത്തിനോട് നിർദ്ദേശം. എന്നാൽ പരിശോധിക്കും മുമ്പേ നടപടി വേഗത്തിലുണ്ടായി. മികച്ച ക്ഷീരകർഷകനുള്ള നിരവധി അവാർഡുകൾ ലഭിച്ച ചെല്ലാർകോവിൽ സ്വദേശി ബിജുവിൽ നിന്ന് നോട്ടീസ് നൽകി ഉടൻ ഈടാക്കിയത് 10,000 രൂപ പിഴ. ഒരു രജിസ്റ്റേർഡ് കത്ത് വന്നു പഞ്ചായത്തിൽ നിന്ന്. അത് ഞാൻ പൊട്ടിച്ചു നോക്കിയപ്പോൾ ഈ 10,000 രൂപ ഫൈൻ അടയ്ക്കണമെന്നും പറഞ്ഞു. 15 ദിവസത്തിനുള്ളിൽ അടയ്ക്കാനായിട്ട് അന്ന് അടച്ചേക്കാമെന്നും പറഞ്ഞ് ചെന്ന് കഴിഞ്ഞപ്പോഴും ഞങ്ങളെ കൊണ്ട് അടപ്പിക്കാതെ ഭരണസമിതി നിർത്തി. നിങ്ങൾക്ക് സാവകാശം മേടിച്ചു തരാം, ഇത് അടയ്ക്കാതെ വാക്കാമെന്ന് പറഞ്ഞ് നിർത്തി. ഞങ്ങളെ കൊണ്ട് പ്രസിഡന്റ് പറഞ്ഞ ഭാഗമാണ് ബിജുവിന് ഫൈൻ വന്നെങ്കിൽ ബിജു അടയ്ക്കുക, ബിജുവിന്റെ സ്ഥാനം മാറ്റുക. സമീപത്തുള്ള നിരവധി കർഷകർക്ക് 5,000 മുതൽ 10,000 വരെ പിഴയടയ്ക്കാൻ നോട്ടീസും ലഭിച്ചിട്ടുണ്ട്. സ്ഥിരമായിട്ട് ആരും കൊണ്ട് നിക്ഷേപിക്കുന്നില്ല. ഇതിവിടെ കൊണ്ടുവന്ന് ഇട്ട് ഉണങ്ങി മാറി കൃഷിയിടങ്ങളിലേക്ക് പോവുകയാണ്. കർഷകരെ ദ്രോഹിക്കുന്ന നടപടി തന്നെയാണ്. പഞ്ചായത്ത് ഇനി ചാണകം വിലക്കെടുത്ത് സംസ്കരിക്കുകയാണെങ്കിൽ ഞങ്ങൾക്ക് സന്തോഷമുള്ളൂ. ചക്കുവള്ളം പഞ്ചായത്ത് നടപടിയിൽ പറഞ്ഞൊഴിയുകയാണ്. ഫൈൻ അടപ്പിച്ചത് പഞ്ചായത്തിൽ നിന്നല്ല, പഞ്ചായത്തിന് നോട്ടീസ് കൊടുത്തിട്ടില്ല, ഫൈൻ അടപ്പിച്ചിട്ടില്ല. കളക്ടർ കൊടുത്ത പരാതിയുടെ അടിസ്ഥാനത്തിൽ ജില്ലാ സ്ക്വാഡ് പരിശോധന നടത്തിയതാണ്. പരിശോധന നടത്തി മേൽനടപടി സ്വീകരിക്കുകയാണ് ചെയ്തത്. ഇങ്ങനൊരു മാലിന്യം പൊതുസ്ഥലത്ത് ചാണകം എന്ന് പറയുന്നത് നിക്ഷേപിക്കുന്നത് മാലിന്യമായിട്ട് തന്നെയാണ് പരിഗണിക്കുന്നത്. മഴ കണ്ടിന്യൂസ് നിന്ന സമയത്ത് തോട്ടിലേക്കാണ് ഈ ചാണകം ഒഴുകിക്കൊണ്ടിരുന്നത്. നീക്കം ചെയ്യാൻ പോലും അവർ തയ്യാറായില്ല. എൻഫോഴ്സ്മെന്റ് സ്ക്വാഡിന്റെ ഇതേ അറിയിപ്പ് ലഭിച്ച വണ്ടൻമേട് പഞ്ചായത്ത് കർഷകർക്ക് നൽകിയത് ചാണകം നീക്കം ചെയ്യണമെന്ന നോട്ടീസ് മാത്രമാണ്. ഇതാണ് ചക്കുവള്ളം പഞ്ചായത്ത് കാണിക്കുന്നത് ക്രൂരതയാണെന്ന് ക്ഷീരകർഷകർ പറയുന്നത്. രാഹുൽ വിജയൻ, 24 ഇടുക്കി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.